വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ് ഇനി ചെയ്യുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ് നമ്മൾ നിർത്തിവെച്ചതല്ല, ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ജൂൺ 30 HSST കോമേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു HSST കോമേഴ്സിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് HSST കോമേഴ്സിന് കൊടുത്തു പോയെന്നേ ഉള്ളൂ. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ നമ്മൾ അക്കൗണ്ടിങ് ക്ലാസ്സുകൾ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യം മാത്രമേ അതിലെടുക്കാനുള്ളൂ. ബട്ട് HSST കോമേഴ്സ് എക്സാമിന് നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ ഇനിയും കവർ ചെയ്യാനുള്ളതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് HSST കോമേഴ്സിൻ്റെ ക്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മൾ വൈകാതെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്, ബാക്കിയുള്ള ക്ലാസ് ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന HSST കോമേഴ്സിൻ്റെ ക്ലാസ്സിൽ ഇനിയും HSST കോമേഴ്സ് എക്സാമിൻ്റെ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവും. അതുപോലെ തന്നെ ലാസ്റ്റ് ചാൻസ് ഉള്ളവരുണ്ടാവും. ഇനി പഠിച്ചാൽ തീരുമോ, ഇനി കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച് സംശയിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ ചാനൽ കണ്ടിട്ട് ക്ലാസ് കേട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഈ ഒരു എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്ക് തന്നെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പഠിത്തമൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ചാപ്റ്റേഴ്സ് എല്ലാം റിവൈസ് ചെയ്ത് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ വൈകുന്നില്ല, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ബിഹേവിയറൽ ഫിനാൻസ് ആണ്. ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയർ. ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിഹേവിയറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രോക്കേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഹൗ ഈസ് ദ ഷെയർസിൻ്റെ ഡീലിങ്സ് നടക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിഹേവിയർ എന്താണ്, അവരുടെ എന്താ പറയുക, ഈ ഒരു പർച്ചേസ് ആൻഡ് സെയിൽസിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ റോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയറാണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയർ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയറിൽ വരുന്ന സൈക്കോളജിക്കലി എന്തൊക്കെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ. അതായത് ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് റാഷണൽ, ഇൻഫ്ലുവൻസ് ഓഫ് കോഗ്നിറ്റീവ് എറേഴ്സ്, ഓൺ ദ ബയാസ് വി ആർ ടേക്കിംഗ് ഡിസിഷൻ, ദർ ഈസ് ലിമിറ്റ് ഓൺ സെൽഫ് കൺട്രോൾ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് റാഷണൽ അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് അവരെങ്ങനെ, ഈ എറേഴ്സ് എങ്ങനെ അവർ റെക്ടിഫൈ ചെയ്യും, അതുപോലെ തന്നെ അവരെങ്ങനെ ഡിസിഷൻസ് എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബിഹേവിയറൽ ഫിനാൻസിൽ വരുന്നത്. സർട്ടൻ കോൺസെപ്റ്റ്സ് ഇൻ ബിഹേവിയറൽ ഫിനാൻസ്. ഫസ്റ്റ് വൺ ഈസ് മെൻ്റൽ അക്കൗണ്ടിങ്. ബിഹേവിയറൽ ഫിനാൻസിൽ വരുന്നൊരു ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെൻ്റൽ അക്കൗണ്ടിങ് ആണ്. ദാറ്റ് ഈസ് ഇവാലുവേറ്റിംഗ് ദ എമൗണ്ട് ഫോർ ഈച്ച് ആക്ടിവിറ്റി. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയിലും എത്ര എമൗണ്ടാണ് എറൈസ് ചെയ്യുന്നത്, മെൻ്റലി നമ്മൾ അത് അക്കൗണ്ട് ചെയ്യാം. പല കാര്യങ്ങളിലും നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലൊക്കെ നമ്മൾ കണക്ക് കൂട്ടും, അല്ലെ ഇത്ര എമൗണ്ട് ആവും എന്ന കാര്യം നമുക്കൊരു മെൻ്റൽ അക്കൗണ്ടിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ ഈ ഷെയർസിൻ്റെയൊക്കെ ഡീലിങ്സ് വരുന്ന സമയത്ത് മെൻ്റൽ അക്കൗണ്ടിങ് നടത്തും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഹീഡ് ബിഹേവിയർ. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹീഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റിംഗ് ദ ബിഹേവിയർ ഓഫ് എ ക്രൗഡ്. നമ്മൾ മറ്റുള്ളവരെന്താണ് പറയുന്നത്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിനെയാണ് ഹീഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ദെൻ ഇമോഷണൽ ഗ്യാപ്പ്. ഡിസിഷൻസ് ആർ ടേക്കൺ ഓൺ ഇമോഷൻസിൻ്റെ ബേസിസിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. ദെൻ ആങ്കറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്പെൻഡിങ് ലെവൽ ലിമിറ്റ് ടു അവർ ബഡ്ജറ്റ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ദെൻ സെൽഫ് ആട്രിബ്യൂഷൻ. നമ്മളുടേതായിട്ടുള്ള ഓവർ കോൺഫിഡൻസ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ദീസ് ഓൾ ആർ ദ കോൺസെപ്റ്റ് ഇൻ ബിഹേവിയറൽ ഫിനാൻസ് അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസ്. അതിൽ വരുന്ന കോൺസെപ്റ്റുകളാണ് മെൻ്റൽ അക്കൗണ്ടിങ്, ഹീഡ് ബിഹേവിയർ, ഇമോഷണൽ ഗ്യാപ്പ്, ആങ്കറിങ്, സെൽഫ് ആട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ദെൻ തിയറീസ് ഇൻ ബിഹേവിയറൽ ഫിനാൻസ്. എന്തൊക്കെ തിയറീസാണ് ബിഹേവിയറൽ ഫിനാൻസിൽ വരുന്നത്? ഫസ്റ്റ് വൺ ഈസ് പ്രോസ്പെക്ട് തിയറി. We are gain importance to perceived gain than
പെർസീവ്ഡ് ലോസ്, നമ്മൾ ഗെയിൻസിന്, പെർസീവ്ഡ് ഗെയിനിന് നമ്മൾ ലോസിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ജഡ്ജ്മെൻറ്റ് അണ്ടർ അൺസർട്ടൻറ്റി. ജഡ്ജ്മെൻറ്റ് അണ്ടർ അൺസർട്ടൻറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു അൺസർട്ടൻ സിറ്റുവേഷനിൽ നമ്മൾ ജഡ്ജ് ചെയ്യാണ്. അതായത് നമുക്ക് ഓവർ കോൺഫിഡൻസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഫിയർ ഓഫ് റിഗ്രറ്റ്, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ലോസ് വരും എന്നുള്ള ഒരു ഇതിൽ നമ്മൾ തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹ്യൂമൻ ഹ്യൂറിസ്റ്റിക്കിൽ തിങ്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരു അൺസർട്ടൻറ്റി സിറ്റുവേഷനിൽ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജഡ്ജ്മെൻറ്റ് അണ്ടർ അൺസർട്ടൻറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബിഹേവിയറൽ ബയാസ്, വേസ് ടു ഓവർകം ബയാസ്. എന്തൊക്കെ ബയാസാണ് ബിഹേവിയറൽ ബയാസായിട്ട് വരുന്നത്? അതായത് നമ്മൾ ബിഹേവിയറൽ ഫിനാൻസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്സുകൾ എറൈസ് ചെയ്യാം എന്നുള്ളത് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്, അതായത് ഓൺ ദ ബേസ് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ് ഡിസിഷൻസ് ടേക്കൺ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ഇവൻറ്റിൻ്റെ ബേസിൽ നമ്മൾ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ. ദെൻ കൺഫർമേഷൻ ബയാസ്, ടേക്കിംഗ് ഓൺലി അവർ അവൈലബിൾ ഇൻഫോർമേഷൻ, നോട്ട് തിങ്ക് അബൌട്ട് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കാതെ നമുക്കറിയുന്ന, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ബേസിൽ മാത്രം നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നതാണ് കൺഫർമേഷൻ ബയാസ്. ദെൻ ഫെമിലാരിറ്റി ബയാസ്. ഫെമിലാരിറ്റി ബയാസ് എന്ന് പറയുമ്പോൾ കൺസിഡറിങ് ഓൺലി ഫെമിലിയർ ഫാക്റ്റ്, നമുക്കറിയുന്ന ഫാക്റ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, നമുക്കറിയാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ എറൈസ് ചെയ്യുന്ന എറേഴ്സാണ്. ദെൻ ഹേർഡ് മെൻറ്റാലിറ്റി. ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് എ ഗ്രൂപ്പ് പെർഫോം, ഫോളോ ദിസ്. എന്താണ് ഒരു ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നത്, അത് നമ്മൾ ഫോളോ ചെയ്യാം. ദെൻ ലോസ് അവേഷൻ. ലോസ് അവേഷൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് വി തിങ്ക് അബൌട്ട് പ്രോഫിറ്റ് മേക്കിംഗ്. പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോളോ ചെയ്യാം, ലോസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദെൻ ഓവർ കോൺഫിഡൻസ് കാരണം എറേഴ്സ് വരാം. ദെൻ വരുന്നത് എന്താണ്? റീസെൻറ്റ് ബയാസ്. ഇപ്പോൾ നമ്മൾ സാധാരണ ആളുകൾ ഫോളോ ചെയ്യുന്നത് തന്നെ ഫോളോ ചെയ്തിട്ട് റീസെൻ്റായിട്ട് വരുന്ന ബയാസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എറേഴ്സ് അല്ലെങ്കിൽ ബയാസ് ബിഹേവിയറൽ ഫിനാൻസിൽ എറേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ മോഡലിംഗ് എന്താണെന്ന് നോക്കാം. എന്താണ് ഫിനാൻഷ്യൽ മോഡലിംഗ്? ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പർ ഓഫ് എ കമ്പനീസ് ഓപ്പറേഷൻ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഇൻ ദ ഫോം ഓഫ് സ്പ്രെഡ്ഷീറ്റ്. ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നതും അതുപോലെ തന്നെ പാസ്റ്റ്, പ്രസൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്ത് നമ്മളൊരു സ്പ്രെഡ്ഷീറ്റ് ഫോമിൽ അതിനെ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് യൂസ് ചെയ്യും, റേഷ്യോ ആൻഡ് മെട്രിക്സ്, അസംഷൻസ്, ഫോർകാസ്റ്റ്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ അനാലിസിസ്, അഡീഷണൽ അനാലിസിസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് ബിഹേവിയറൽ ഫിനാൻസ്, അതിൽ വരുന്ന കോൺസെപ്റ്റുകൾ, തിയറീസ്, അതുപോലെ തന്നെ ബിഹേവിയറൽ ബയാസ്, ഫിനാൻഷ്യൽ മോഡലിംഗ്, ഇത്ര കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്